പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചൊവ്വാഴ്ച കൂടി ദാനമായി നൽകിയ ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് ഒരു പകൽക്കാലം കൂടി ആയിരിപ്പാന്തക്കോണം സർവശക്തനായ ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. വിവിധ ദേശങ്ങളിലും സ്ഥാനങ്ങളിലും ആയിരുന്നതായിട്ടുള്ള നമ്മെ ദൈവത്തിൻ്റെ ആലയം മുഖേന, ജീവനുള്ള ദൈവം മുഖേന, ദൈവത്തിൻ്റെ ദാസൻ മുഖേന നമ്മെ ഒരു കുടുംബമായി ദൈവസന്നിധിയിൽ നിർത്തിയതായിട്ടുള്ള കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, ദൈവം നമ്മെ വിളിച്ചത് അവനോടൊപ്പം യാത്ര ചെയ്യുവാനാണ്. നാം പാടിയതുപോലെ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും എൻ്റെ രക്ഷകനായി, അന്ത്യശ്വാസം വരെയും യേശുവിനോടുകൂടെ യാത്ര ചെയ്യേണ്ടതിന് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നാം പാടിയതുപോലെ യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുവാനേ കഴിയുകയുള്ളൂ. യേശുവിനെ നോക്കിയാണോ നാം യാത്ര ചെയ്യുന്നത്? നാം യുദ്ധം ചെയ്യുന്നുണ്ടോ? യേശുവിന് വേണ്ടി ജീവനെ കൊടുക്കുവാൻ നാം തയ്യാറാണോ എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതല്ലാതെ ഉവ്വ് എന്ന് പറയുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് ഇല്ല എന്ന് പറയുവാനല്ല, പിതാക്കന്മാരെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ, ദൈവത്തിൻ്റെ ദാസനെ പോലെ യേശുവിനോടുകൂടെ യാത്ര ചെയ്യുവാനാണ്. ഞെരുക്കമുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം, കാറ്റും തിരമാലകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. സ്നേഹിതന്മാർ എല്ലാവരും ശത്രുക്കളായി തീർന്നു എന്ന് വന്നേക്കാം. കള്ള സഹോദരന്മാരും കള്ള അപ്പോസ്തലന്മാരും, ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, കരയിലെ ആപത്തും കടലിലെ ആപത്തും അനവധി ആപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം. എന്നാൽ നമ്മുടെ യാത്ര ഒരിക്കലും പുറകിലേക്ക് പോകരുത്. യേശുവിനോടുകൂടെ അന്ത്യം വരെയും യാത്ര ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അനവധി ഭക്തന്മാർ, ശക്തന്മാർ വീണുപോയതായിട്ടുള്ള പോർക്കളത്തിൽ വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടുകൂടി നിർത്തുവാൻ മതിയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ജീവനുള്ള ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇടവും വലവും നോക്കാതെ, പുറകിലേക്ക് നോക്കാതെ, മുമ്പിലേക്ക് തന്നെ നോക്കി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ, കലപ്പിക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്നുള്ള വചനം നമ്മൾ ഓർത്തുകൊണ്ട് പുറകോട്ട് നോക്കുവാൻ ഒരിക്കലും ഇടവരാതെ വണ്ണം മുമ്പിലേക്ക് തന്നെ നോക്കുവാൻ തക്കവണ്ണം, യാത്ര ചെയ്യുവാൻ തക്കവണ്ണം, ഇടറി വീഴാതെ വണ്ണം ദൈവമേ നീ കരങ്ങളിൽ പിടിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വന്നതായിട്ടുള്ള എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അനുഗ്രഹത്തിൻ്റെ അധിപതിയായ ദൈവം നമ്മുടെ മധ്യത്തിൽ താഴ്ന്നിറങ്ങി വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ഹൃദയവും കർത്താവിൻ്റെ ചെവിയും തുറന്നിരിക്കുന്നതായിട്ടുള്ള അവൻ്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. നമ്മൾ യാചിക്കുന്നതിന് വേണ്ടി, നമ്മൾ അപേക്ഷിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം യാചിക്കുമ്പോൾ നമ്മുടെ യാചനകളുടെ ശബ്ദമെല്ലാം കേട്ട് മറുപടി നൽകുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിൽ താഴ്ന്നിറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്നതായിട്ടുള്ള എല്ലാവരെയും ദൈവം കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. ഏക മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം ചെയ്തതായിട്ടുള്ള നന്മകളെ ഓർത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം.
എല്ലാറ്റിനും ദൈവം സഹായിക്കട്ടെ. തകർന്നൊന്നുറങ്ങിയിരിക്കുന്ന ഹൃദയം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, സംശയിക്കാതെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്കൊരു വാക്യത്തിലേക്ക് കടന്നു വരാം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നതായിട്ടുള്ള വചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നിജപുത്രൻ എന്ന് വെച്ചാൽ അപ്പോസ്തലനായ പൗലോസിനാൽ ജനിക്കപ്പെട്ടതായിട്ടുള്ള ദൈവത്തിൻ്റെ മകൻ എന്നുള്ളതാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ വിളിക്കുന്നത് എൻ്റെ മകനെ എന്നുള്ളതാണ്. ഹല്ലേലൂയ. മകനെ എന്ന് വിളിക്കുവാനുള്ള കാരണം പൗലോസിനാൽ ജനിക്കപ്പെട്ടവനാണ് തിമോത്തിയോസ്. പൗലോസിന്റെ സുവിശേഷത്താൽ മകനായി തീർന്നവനാണ് ദൈവം വിളിച്ചു വേർതിരിച്ചതായിട്ടുള്ള ഈ തിമോത്തിയോസ്. അതുപോലെ ഈ അന്ത്യകാലത്ത് ദൈവം നമുക്ക് ഒരുക്കിയതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. ദൈവത്തിൻ്റെ ദാസൻ മുഖേന ദൈവം നമ്മെ ഒരു കുടുംബമായി, മക്കളായി, ഒരു കുടുംബമായി ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ആലയത്തിൽ ആക്കി വെച്ചതാണ്. ഇന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ദാസൻ അനവധി കാര്യങ്ങൾ നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കതനുസരിക്കുവാനോ അതിനൊത്തവണ്ണമായി തീരുവാനോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഈ വചനം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിന് തിമോത്തിയോസ് എങ്ങനെയായിരുന്നു അപ്രകാരം നമ്മൾ ഓരോരുത്തരും ആകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വചനം ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ടത്: മകനെ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചതാണ്. ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അപ്പോസ്തലന്മാരായി നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം തന്റെ ദാസനിലൂടെ തിരഞ്ഞെടുത്തതാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു: നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു. അവിടെ ദൈവത്തിന്റെ വചനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ ദാസനാണ് തിമോത്തിയോസ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണമാണ് ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നത്. ദൈവത്തിന്റെ ദാസൻ അനവധി കാര്യങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ദൈവം നൽകിയതായിട്ടുള്ള വാഗ്ദത്തങ്ങൾക്കനുസരിച്ചാണ് ദൈവത്തിന്റെ ദാസൻ നമ്മെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചത്. എന്നാൽ ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള, ദൈവത്തിന്റെ ദാസൻ ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളിൽ നാം എത്രമാത്രം വിശ്വസ്തരാണ് എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം ശോധന ചെയ്യേണ്ടത്. എന്തിനാണ് ഈ വചനം നമുക്ക് നൽകിയത് എന്ന് ചോദിച്ചാൽ, നാം ഒരു തിമോത്തിയോസായി തീരേണ്ടതിനു വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം ഈ വചനം നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ ഏൽപ്പിച്ചതായിട്ടുള്ള വേലയിൽ നാം വർദ്ധിച്ചു വരേണ്ടതിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് ഈ വചനം നമുക്ക് ദൈവം നൽകിയത് എന്ന് ചോദിച്ചാൽ, ഇനിയും അനവധി കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുവാനായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ്. ഈ ആജ്ഞ നിനക്ക് ഞാൻ ഏൽപ്പിക്കുന്നു, നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നമ്മെ ദൈവം വിളിച്ചത് അനുസരിക്കേണ്ടതിന് വേണ്ടിയാണ്. നമ്മെ എന്തിനാണ് ദൈവം വിളിച്ചത്? എന്തിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ആലയത്തിലാക്കിയത്? നാം വിശ്വാസവും
നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യേണ്ടതിന് വേണ്ടിയാണ്. ആർക്കെങ്കിലും എതിരായി യുദ്ധം ചെയ്യുവാനല്ല, നല്ല യുദ്ധസേവ ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെ വേണം? നമുക്ക് നല്ല വിശ്വാസമുള്ളവരായിരിക്കണം. ദൈവം നൽകിയതായിട്ടുള്ള വാഗ്ദാനങ്ങൾ ദൈവം അത് നമ്മിൽ നിവർത്തിപ്പാൻ മതിയായവനാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഇന്ന് നമുക്ക് ആ വിശ്വാസമുണ്ടോ? ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്, ആ ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്യണം, വിശ്വാസത്തോടുകൂടി ചെയ്യണം. ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള താലന്തുകൾ അത് വർദ്ധിപ്പിക്കണം, വ്യാപാരം ചെയ്യണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നീ വിശ്വാസമുള്ളവനായിരിക്കണം. 2, നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊത്തവണ്ണം ജീവിക്കേണ്ടതിനല്ല, നല്ല മനസാക്ഷിയോടുകൂടി, അതിനർത്ഥം ദൈവത്തിന്റെ ഭാവത്തോടുകൂടി, ദൈവത്തിന്റെ സ്നേഹത്തോടുകൂടി, ദൈവത്തിന്റെ താഴ്മയോടുകൂടി, കർത്താവ് കാണിച്ചതായിട്ടുള്ള മാതൃക പ്രകാരം മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. നീ വിശ്വാസവും 2 നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിക്കണം. ദൈവം നൽകിയതായിട്ടുള്ള പ്രവചനത്തെ നാം അനുസരിക്കണം. ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള വാക്കുകളെ നാം അനുസരിക്കണം. ദൈവത്തിന്റെ ദാസൻ നമ്മെ ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളെ നാം അനുസരിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ വചനത്തെ നാം അനുസരിക്കുന്നവരായിരിക്കണം. അപ്രകാരം അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ദൈവം നമ്മെ വിളിച്ചത് യുദ്ധം ചെയ്യുവാനാണ്. നാം പാടിയതായിട്ടുള്ള പാട്ടും അത് തന്നെയാണ്. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. നാം ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? നാം മറ്റുള്ളവരോടല്ല യുദ്ധം ചെയ്യേണ്ടത്, നാം നമ്മോട് തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ദൈവം നമ്മോട് സംസാരിച്ചതായിട്ടുള്ള വചനം, ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ തകർത്ത് കളഞ്ഞു. എന്തുകൊണ്ടാണ് തകർത്ത് കളഞ്ഞത്? ദൈവജനത്തിനും ദൈവത്തിനും ദൈവത്തിന്റെ സേനയ്ക്കും വിരോധമായി ദൈവത്തെ നിന്ദിച്ചു, ദൈവത്തെ പഴിച്ചു, ദൈവജനത്തെ തകർത്ത് കളയുവാൻ മല്ലനായ ഗോലിയാത്ത് ആഗ്രഹിച്ചു. അതുകൊണ്ട് ദാവീദ് മല്ലനായ ഗോലിയാത്തിനെ തകർത്തു. ദൈവം നമ്മോട് സംസാരിച്ചത് ആ ഗോലിയാത്ത് നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മുടെ പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നാം നമ്മോട് തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടത്. ഇതുവരെ നാം മറ്റുള്ളവരോടാണ് യുദ്ധം ചെയ്തത്, ഇതുവരെ മറ്റുള്ളവരെയാണ് നാം ഉപദ്രവിച്ചത്, ഇതുവരെ മറ്റുള്ളവരുടെ കുറ്റമാണ് നാം കണ്ടുപിടിച്ചത്. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നീ നിവിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ നീ ചെയ്യുന്നവനായിരിക്കണം. ദൈവം നമ്മെ വിളിച്ചത് യുദ്ധം ചെയ്യുവാനാണ്. ദൈവം നമ്മെ വിളിച്ചത് ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാനാണ്. ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിന് അനിഷ്ടമായി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാറ്റിനെയും തകർത്ത് കളയേണ്ടതിന് വേണ്ടിയാണ്. അതിന് നമുക്ക് സാധ്യമല്ല, യുദ്ധം ചെയ്താലേ അതിന് സാധ്യമായി തീരുകയുള്ളൂ. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. എന്താണ് യുദ്ധം എന്നുള്ളത്? 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ല. ഞങ്ങൾ സഞ്ചരിക്കുന്നത് ജഡത്തിലാണ്, പക്ഷെ ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ല, ജഡപ്രകാരം ജീവിക്കുന്നവരല്ല, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. 2-ാമത്തെ കാര്യം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. എപ്രകാരമാണ് യുദ്ധം ചെയ്യേണ്ടത്? നമ്മുടെ കൈകൾ കൊണ്ടല്ല, നമ്മുടെ കാലുകൾ കൊണ്ടല്ല, ജഡീകമായ യാതൊന്നും കൊണ്ടല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ, കോട്ടകളെ തകർക്കുവാൻ ശക്തിയുള്ളവ തന്നെയാണ്
നാം യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള ഉപകരണം. അതെന്താകുന്നു എന്ന് ചോദിച്ചാൽ അത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. അതെന്താകുന്നു എന്ന് ചോദിച്ചാൽ നല്ല മനസാക്ഷിയോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. എന്താകുന്നു എന്ന് ചോദിച്ചാൽ അനുസരണത്തോടുകൂടി ദൈവത്തിന്റെ വഴിയിൽ കൂടി പോവുക എന്നുള്ളതാണ്. എന്താണ് യുദ്ധസേവ? ദൈവത്തിന് വിരോധമായിട്ടുള്ള എല്ലാറ്റിനെയും തകർത്ത് കളയുക എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യം കൂടി നമുക്ക് വായിക്കാം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി എല്ലാ ഉയർച്ചയെയും ഇടിച്ചു കളയുക എന്നുള്ളതാണ്. എന്താണ് ഇടിച്ചു കളയേണ്ടത്? സങ്കല്പങ്ങൾ ഇടിച്ചു കളയണം. നമ്മെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും, മറ്റുള്ളവരെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, എല്ലാ സങ്കല്പങ്ങളെയും നിങ്ങൾ ഇടിച്ചു കളയണം. നാം ആരെയും വിധിക്കുവാൻ യോഗ്യരല്ല, നാം ആരെയും കുറ്റം കണ്ടെത്തുവാൻ നാം യോഗ്യരല്ല. നാം നമ്മെ തന്നെയാണ് വിധിക്കേണ്ടത്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്, ദൈവത്തിന്റെ സ്നേഹത്തിന് വിരോധമായിരിക്കുന്ന എല്ലാ ഉയർച്ചയെയും നാം ഇടിച്ചു കളയുന്നവരായിരിക്കണം. അതാണ് യുദ്ധം എന്നുള്ളത്. അതാണ് നല്ല യുദ്ധസേവ ചെയ്യുക എന്നുള്ളത്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്നതായിട്ടുള്ള സകല ഉയർച്ചകളെയും നാം ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നാം പിടിച്ചടക്കണം. നമുക്ക് അനവധി വിചാരങ്ങളുണ്ട്, അനവധി ചിന്താകുലങ്ങളുണ്ട്, അനവധി വ്യാകുലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന് വിരോധമായി നിൽക്കുന്നതായിട്ടുള്ള എല്ലാ ചിന്തകളെയും എല്ലാ വിചാരങ്ങളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നാം പിടിച്ചടക്കണം. താഴ്ത്ത വാക്യം, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ അനുസരണം തികഞ്ഞു വരയണം. അതിനർത്ഥം നാം ഇന്നലേക്കാൾ ഇന്ന് ദൈവത്തോട് കൂടുതലായി ചേർന്ന് ജീവിക്കണമെന്നുള്ളതാണ്. നാം നമ്മുടെ ജീവിതത്തിൽ അനുസരണം കെട്ടതായിട്ടുള്ള പ്രവൃത്തികളെല്ലാം നാം മാറ്റിക്കളയണമെന്നുള്ളതാണ്. ഇവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്, മകനെ തിമോത്തിയോസിനെ വിളിക്കുന്നത് മകനെ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അപ്രകാരം വിളിക്കുവാനുള്ള കാരണം? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. സുവിശേഷത്താൽ ജനിപ്പിച്ചു എങ്കിൽ ആ ജനിപ്പിച്ചവരുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, എന്റെ മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നമ്മെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള എല്ലാറ്റിലും നാം വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകണം. ദൈവം നമ്മെ ഏൽപ്പിച്ചതിൽ നമുക്ക് വിശ്വസ്തയോടുകൂടി പോകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവന്റെ ഒരു സാക്ഷിയായി ജീവിക്കണം, ഒരു അപ്പോസ്തലനായി ജീവിക്കണം. യേശുവിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ പേർചൊല്ലി വിളിച്ചത്, അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്തത്, അതിനുവേണ്ടിയാണ് ദൈവം തന്റെ ദാസനിലൂടെ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ആലയത്തിൽ ആക്കി വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ഈ വചനം നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് ഈ ആലയം നൽകിയിരിക്കുന്നത്. ഈ ആലയം മുഖേന ലോകത്തിന്റെ അറ്റത്തോളം അവന്റെ വചനം എത്തപ്പെടണം. ഈ ആലയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകണം. ദൈവം അരുളി ചെയ്തതുപോലെ 5000 അപ്പോസ്തലന്മാരും 2.5 കോടി ജനവും ഈ ആലയത്തിൽ ഉണ്ടാകണം. അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളിൽ നാം വിശ്വസ്തതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളിൽ ഉത്തരവാദിത്വത്തോടുകൂടെ നാം മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ആ സ്ഥാനത്ത് നിന്ന് നാം മാറിപ്പോകാതെ, ഹല്ലേലൂയ, ഇന്ന് പലരും മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിൽ പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അതിനർത്ഥം ഇപ്രകാരമാണ്, അവസാനം വരെയും നീ എന്റെ മകനായിരിക്കണം എന്നുള്ളതാണ്.
അവസാനം വരെയും ഞാൻ കാണിച്ചു തന്നതായിട്ടുള്ള മാതൃക പ്രകാരം നീ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അവസാനം വരെയും നീ എനിക്കായിട്ടല്ല, എന്റെ ദൈവത്തിനായി ജീവിക്കണമെന്നുള്ളതാണ്. ഞാൻ നിന്നെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്, അനവധി പോരാട്ടങ്ങളിൽ കൂടി നിന്നെ ജനിപ്പിച്ചത്, എന്റെ പ്രിയ മകനായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എന്നെ പോലെ നീയുമാകേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ദൈവം ഏൽപ്പിച്ചതുപോലെ നമുക്കായി തീരുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ദൈവത്തിന്റെ മുമ്പാകെ സമ്മതിച്ചുകൊണ്ട് അവന് വേണ്ടി നമുക്ക് പോകണം. അവന്റെ സാക്ഷിയായി നാം തീരണം. അവന്റെ മഹത്വത്തിന് വേണ്ടി ആയി തീരണം. കർത്താവ് നമ്മോട് ചോദിച്ചതായിട്ടുള്ള ചോദ്യം, നിങ്ങൾ എന്നെ വളർത്തുകയില്ലേ, നിങ്ങൾ എന്നെ ഉയർത്തുകയില്ലേ എന്നുള്ളതാണ്. വളർത്തുവാൻ ഉയർത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ആലയത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വെറുതെ ആരാധിച്ച് പോകുവാനല്ല, വെറുതെ ഈ ആലയത്തിൽ സമയം ചെലവാക്കി കടന്നു പോകുവാനല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിച്ചും ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള വേലയിൽ വിശ്വസ്തയോടുകൂടെ നാം ആയിരിക്കേണ്ടതിന് വേണ്ടിയാണ്. വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു, നീ നല്ല യുദ്ധസേവ ചെയ്യണം. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം. എല്ലാ സങ്കല്പങ്ങളെയും ഉയർച്ചകളെയും എല്ലാ ദൈവത്തിന് വിരോധമായി പൊങ്ങുന്നതായിട്ടുള്ള എല്ലാറ്റിനെയും നീ ഇടിച്ചു കളയണം. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് നീ പിടിച്ചടക്കണം. അതിനുശേഷം പ്രതികാരം ചെയ്യുവാൻ ദൈവത്തിന്റെ വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു, നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് യുദ്ധസേവ ചെയ്യുക. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ മകനായ തിമോത്തിയോസിനെ ബലപ്പെടുത്തുന്നതായുള്ള ഒരു വാക്യമുണ്ട്. അതിന്റെ മുകളിലത്തെ വാക്യം 12-ാമത്തെ വാക്യം, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. തിമോത്തിയോസിനെ ബലപ്പെടുത്തുന്നത്, എനിക്ക് ശക്തി നൽകിയ കർത്താവ് എന്നോട് കൂടെയുണ്ട്. അതിനർത്ഥം എനിക്ക് ശക്തി നൽകിയ കർത്താവ് നിനക്ക് ശക്തി നൽകുവാൻ മതിയായവനാണ്. ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുന്നു, എനിക്ക് ശക്തി നൽകിയ കർത്താവ് നിന്നെയും ശക്തീകരിപ്പാൻ മതിയായവനാണ്. ദൈവത്തിന്റെ ആത്മാവിന് ഒരു കുറവുമില്ല. അപ്പോസ്തലന്മാരിൽ പകർന്നതായിട്ടുള്ള ആത്മാവ് ഇന്നുമുണ്ട്. ആ ആത്മാവിനെ പകരുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. അപ്പോസ്തലന്മാരിലേക്ക് പകർന്നതായിട്ടുള്ള ആത്മാവ്, തിമോത്തിയോസിലേക്ക് പകർന്നതായിട്ടുള്ള ആത്മാവ്, ദൈവത്തിന്റെ ദാസനിലേക്ക് പകർന്നതായിട്ടുള്ള ആത്മാവ് ഇന്ന് നമ്മിലേക്ക് പകരുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. അതുകൊണ്ട് നീ സംശയിക്കേണ്ട, നീ അവിശ്വസിക്കേണ്ട, നീ അനുസരണം കെട്ടവനായി തീരേണ്ട. എനിക്ക് ശക്തി നൽകിയ ദൈവം നിനക്കും ശക്തി നൽകുവാൻ മതിയായവനാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, മോശയോട് കൂടെ ഇരുന്നത് പോലെ യോശുവേ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. മോശയോട് കൂടെ ഇരുന്നത് പോലെ ദൈവം യോശുവയോട് കൂടെ ഇരുന്നു. ഏലിയാവിനോട് കൂടെ ദൈവം ഇരുന്നത് പോലെ എലീശയോട് കൂടെ ഇരുന്നു. കാരണം എന്താണ്? ദൈവത്തിന്റെ ആത്മാവിനൊരു കുറവുമില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം സംസാരിച്ചതുപോലെ ദ്രോഹിയായി തീർന്ന യൂദയാകുന്ന നമ്മിലാണ് കുറവുള്ളത്. ദൈവത്തിന്റെ ദാസനെ ഓർമ്മിപ്പിക്കുകയാണ്, എനിക്ക് ശക്തി നൽകിയ കർത്താവ് എന്നാൽ നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി. 2:1 അവൻ എനിക്ക് ശക്തി നൽകിയെങ്കിൽ നിനക്കും ആ ശക്തി നൽകുവാൻ മതിയായവനാണ്. രണ്ടാമത്തെ കാര്യം, അവിശ്വസ്തനായിരുന്ന എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി. ഹല്ലേലൂയ. നാം വിശ്വസ്തരല്ല, നീയും വിശ്വസ്തനല്ല. എന്നാൽ വിശ്വസ്തനെന്ന് എണ്ണി വഴി നടത്തുവാൻ മതിയായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ലോകം ചോദിക്കും, എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത്, എന്ത് നന്മയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ലോകം ചോദിക്കും. എന്നാൽ എനിക്ക് ശക്തി നൽകിയ ദൈവം നിന്നെയും ശക്തീകരിക്കുന്നവനാണ്. എന്നെ നിർത്തിയവനായ ദൈവം നിന്നെയും നിർത്തുവാൻ മതിയായവനാണ്. അവിശ്വസ്തനായിരുന്ന എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയ ദൈവം നിന്നെയും വിശ്വസ്തനെന്ന് എണ്ണുന്നവനായ ദൈവമാകുന്നു. അതിന്റെ താഴത്തെ വാക്യം, മൂന്നാമത്തെ കാര്യം, 1 എനിക്ക് ശക്തി നൽകിയ ഒരു ദൈവമുണ്ട്. 2 എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയ ഒരു ദൈവമുണ്ട്.
മൂന്ന്, എന്നെ ശുശ്രൂഷയ്ക്കാക്കിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷ ഏറ്റെടുത്തതല്ല, എന്നെ ആക്കിയവനാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ആഗ്രഹമല്ല, എന്റെ തീരുമാനമല്ല, എന്റെ ദൈവം എന്നെ കുറിച്ച് തീരുമാനിച്ചതാണ്. ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചപ്പോൾ ദൈവം തീരുമാനിച്ചതായുള്ള തീരുമാനമാണ് ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഒന്ന്, നിനക്ക് ഞാൻ ശക്തി നൽകുവാൻ മതിയായവനാണ്. എനിക്കറിയുകയില്ല, എനിക്ക് ബോധമില്ല, ഞാൻ ഒന്നുമായിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിപ്പാൻ ശക്തനായ ദൈവമാകുന്നു. എനിക്ക് ശക്തി നൽകിയ ദൈവം തിമോത്തിയോസ് നിനക്ക് ശക്തി നൽകും. തിമോത്തിയോസിന് ശക്തി നൽകിയ ദൈവം നമുക്കോരോരുത്തർക്കും ശക്തി നൽകുവാൻ മതിയായവനാണ്. അത് ആ ശക്തി പ്രാപിക്കണമെങ്കിൽ അവന്റെ മകനായി നാം തീരണം. രണ്ട്, അവന്റെ ആലയത്തിലായിരിക്കണം. അവൻ ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി നാം ചെയ്യുന്നവരായിരിക്കണം. അതിന്റെ താഴ്ത്ത വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ശുശ്രൂഷയ്ക്കാക്കിയതോട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു യോഗ്യതയുമില്ലാത്തതായുള്ള എന്നെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ അവനെ സ്തുതിക്കുന്നത്. ഒരു യോഗ്യതയുമില്ലാത്ത കെട്ടപ്പെട്ട കഴുതകളാകുന്ന, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തതായുള്ള കഴുതകളാകുന്ന നമ്മുടെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് നമ്മുടെ മേൽ വാഹനമേറിയ ഒരു ദൈവമുണ്ട്. അവനെ ആരാധിക്കാതിരിപ്പാൻ സാധ്യമല്ല, അവനെ സ്തുതിക്കാതിരിപ്പാൻ സാധ്യമല്ല, അവനെ മഹത്വപ്പെടുത്താതിരിപ്പാൻ സാധ്യമല്ല. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ അവൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യം കൂടി വായിക്കാം. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. തുറന്ന് പറയുന്നതായിട്ടുള്ള പൗലോസ്. ഹല്ലേലൂയ. എന്റെ നന്മ കൊണ്ടല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത് എന്ന് വീണ്ടും വീണ്ടും അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. മുമ്പേ ഞാൻ ആരായിരുന്നു? ഞാൻ ഉപദ്രവിയായിരുന്നു. രണ്ട്, ഞാൻ ദൂഷണം പറയുന്നവനായിരുന്നു. മൂന്ന്, ഞാൻ നിഷ്ഠൂരനായ ഒരു കരുണയുമില്ലാത്തതായിട്ടുള്ള വ്യക്തിയായിരുന്നു. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ഹല്ലേലൂയ. ഞാനിപ്പോൾ ആയിരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കരുണ നിമിത്തമാണ്. അതുകൊണ്ട് നീ നിഷ്ഠൂരനാണോ, നീ ദൂഷണം പറയുന്നവനാണോ, നീ കൊള്ളരുതാത്തവനാണോ എന്നൊന്ന് ചിന്തിക്കേണ്ട. കരുണയുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മെ ഏതെല്ലാം ദോഷങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ കരുണയുള്ള ദൈവമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ബലഹീനമായ ശരീരത്തിൽ നിന്ന്, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പാടുന്നു. ഹല്ലേലൂയ. ജയം തരുന്ന ഒരു ദൈവമുണ്ട്. പഴയ സ്വഭാവം മാറ്റുന്ന ഒരു ദൈവമുണ്ട്. പുതിയ സൃഷ്ടികളാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. നിന്റെ പേര് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നീ നേരത്തെ ഞാൻ ആരായിരുന്നു? ഉപദ്രവിക്കുന്നവനായിരുന്നു, ദൂഷകനായിരുന്നു, നിഷ്ഠൂരനുമായിരുന്നു. എന്നാൽ എന്റെ പേര് മാറ്റിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ശൗലായിരുന്നു, എന്നാൽ ശൗലായിരുന്ന, ഉപദ്രവകാരിയായിരുന്ന, നിഷ്ഠൂരനായിരുന്ന, ദൂഷകനായിരുന്ന എന്നെ അപ്പോസ്തലനായ പൗലോസ് എന്ന പേര് നൽകി എന്റെ മേൽ ആത്മാവിനെ പകർന്ന ഒരു ദൈവമുണ്ട്. അവൻ നിനക്കും മതിയായവനായ ദൈവമാകുന്നു. മുമ്പേ ഞാൻ ഉപദ്രവിയും ദൂഷകനും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാണ്. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഞാൻ ചെയ്തതാണ്. എന്നാൽ കരുണയുള്ള ദൈവം എന്നെ അതിൽ നിന്നും വിടുവിച്ചു. അതിന്റെ താഴ്ത്ത വാക്യം,
നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ കൃപ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. അപ്പോൾ കൃപ എന്നുള്ളത് അത് വർദ്ധിക്കുന്നതാണ്. ധാരാളമായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് അവൻ തന്റെ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ പകരുന്നത്. ആത്മാവിന് ഒരളവുമില്ല, അളവ് കൂടാതെയാണ് അവൻ പകരുന്നത്. ദൈവത്തിന്റെ വചനം വായിക്കുന്നത് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് ആത്മനദിയിൽ കുളിപ്പിക്കുന്നവനാണ് ഈ സർവശക്തനായ ദൈവം. എന്നാൽ അതിന്റെ താഴത്തെ വാക്യം വായിക്കാം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഹല്ലേലൂയ. നാലാമത് പൗലോസ് തിമോഥെയോസിനോട് പ്രകാരം പറയുന്നു, അവൻ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. പാപിയായ മനുഷ്യ നിന്നെ രക്ഷിപ്പാനാണ് അവൻ വന്നത്. നിന്നിൽ കൂടെ അനവധി പാപികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാകുന്നു. ആ വചനമാണ് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാരും അംഗീകരിക്കാത്തതല്ല, എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചതായിട്ടുള്ള വചനം യോഗ്യമായ വചനമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചതായിട്ടുള്ള വചനം അനവധി പാപികളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള വചനമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചതായിട്ടുള്ള വചനം സ്വർഗരാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ പൗലോസ് പ്രകാരം പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഒരു യോഗ്യതയും എനിക്കില്ല, പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നാൽ അവന്റെ നാമം, അവന്റെ വചനം, അവൻ യോഗ്യനായ ദൈവം എന്നുള്ളതാണ്. ആ പാപിയിൽ ഞാൻ ഒന്നാമനാണ്. എന്നാൽ എൻ്റെ കയ്യിലുള്ള വചനം, എന്നോട് കൂടെയുള്ളവൻ യോഗ്യനായ ദൈവമാണ്. അതിന്റെ അർത്ഥം എന്നെ അവൻ യോഗ്യതയുള്ളവനാക്കി തീർത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, യോഗ്യനല്ല ഞാൻ, യോഗ്യനല്ല ഞാൻ, എന്നെ യോഗ്യനാക്കി തീർത്തത് യേശു മാത്രമാ. യോഗ്യനല്ല ഞാൻ, യോഗ്യനല്ല ഞാൻ, എന്നെ യോഗ്യനാക്കി തീർത്തത് യേശു മാത്രമാ. യോഗ്യനല്ല നാം, എന്നാൽ നമ്മെ യോഗ്യനാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ യോഗ്യനല്ല, ഞാൻ പാപിയിലൊന്നാമനാണ്. എന്നാൽ എന്നെ യോഗ്യനാക്കി തീർത്തത് എൻ്റെ ദൈവമാണ്. നിന്നെ സുവിശേഷത്താൽ ജനിപ്പിക്കുവാൻ എന്നെ ഒരുക്കിയത് എൻ്റെ സർവശക്തനായ ദൈവമാണ്. എന്നെ അവൻ യോഗ്യനാക്കി തീർത്തു. ഞാൻ കൊള്ളരുതാത്തവനായിരുന്നു, പാപിയിൽ ഒന്നാമനായിരുന്നു, അവിശ്വസ്തനായിരുന്നു. എന്നാൽ വിശ്വസ്തൻ എന്നെ ശുശ്രൂഷക്കാക്കിയ ഒരു ദൈവമുണ്ട്. അവൻ യോഗ്യനായ ദൈവമാകുന്നു. അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചത്? നിത്യജീവനായിട്ട്. ഹല്ലേലൂയ. നിത്യജീവന് വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചത്. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയുവാനുള്ളത്, ലോകത്തെ കുറിച്ചല്ല, ലോകത്തിലുള്ളതിനെ കുറിച്ചല്ല, എനിക്ക് നിത്യജീവൻ നൽകേണ്ടതിനാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. തിമോഥെയോസേ, നിനക്കും നിത്യജീവൻ ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വായിച്ചു കേട്ടത്, യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട്, യേശുക്രിസ്തുവിൻ നിത്യജീവനായിക്കൊണ്ടും തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക്, തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. അവന്റെ ദീർഘക്ഷമ എത്ര വലുതാണ് എന്നുള്ളത് പാപിയിൽ ഒന്നാമനായ എനിക്ക് അവൻ മനസ്സിലാക്കി തന്നു. അവന്റെ ദീർഘക്ഷമ, അവന്റെ കരുണ, അവന്റെ വിശ്വസ്തത, അവന്റെ സ്നേഹം എത്ര വലുതാണ് എന്നുള്ളത് പാപിയിൽ ഒന്നാമനായ
എനിക്ക് അവൻ മനസ്സിലാക്കി തന്നു. ഇവിടെ വായിച്ചു കേട്ടത് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് അവന്റെ കരുണ ലഭിച്ചു. ഹല്ലേലൂയ. കരുണ ലഭിച്ചവരാണ് നാം, യോഗ്യതയുള്ളവരല്ല നാം, കരുണ ലഭിച്ചവരാണ്. ദൈവത്തിന്റെ സ്നേഹത്താൽ, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ദയയാൽ കരുണ ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നിത്യരാജാവായി അക്ഷയനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ഹല്ലേലൂയ. അവൻ ആരാണ്? നിത്യനായ രാജാവാണ്. 2 അക്ഷയനായ ദൈവമാണ്. 3 അവൻ അദൃശ്യനായ ദൈവമാണ്. അതിനർത്ഥം നിത്യരാജാവായി സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത്തെ കാര്യം അക്ഷയനായി, അതിനർത്ഥം ഒരിക്കലും മാറ്റമില്ലാത്തവനായി അവൻ നിന്നോട് കൂടെയുണ്ട്. 3 അദൃശ്യനായി, നിനക്കവനെ കാണുവാൻ കഴിയുന്നില്ല എങ്കിലും അവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ ഏക ദൈവമാകുന്നു. അവൻ എന്നേക്കും മഹത്വം. അവന് മഹത്വം കൊടുക്കേണ്ടതിനാണ് നിന്നെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ അതിന്റെ താഴത്തെ വാക്യത്തിൽ മകനെ തിമോത്തിയോസേ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അവനെ മകനെ എന്ന് വിളിക്കുവാനുള്ള കാരണം? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്കും മനം തണുക്കേണ്ടതിന്, നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം, തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം കർത്താവായ യേശുവിൽ ഞാൻ എന്ന് ഞാൻ ആശിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്തുകൊണ്ടാണ് മകനെ എന്ന് വിളിച്ചത്? എന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. എന്നെ ചൂട് പിടിപ്പിക്കുന്നവനല്ല, എന്നെ തണുപ്പിക്കുന്നവനാണവൻ. 2 അവൻ പോകുന്ന ഇടമെല്ലാം എന്റെ ഹൃദയത്തിൽ തണുപ്പ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് അനവധി പേർ അനവധി ഇടങ്ങളിൽ സുവിശേഷ പ്രവർത്തനവുമായി പോയി. എന്നാൽ ദൈവത്തിന്റെ ദാസന്റെ ഉള്ളിൽ തീ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ തിമോത്തിയോസ് അപ്രകാരമായിരുന്നില്ല. എനിക്ക് മനം തണുക്കേണ്ടതിനുള്ളവനാണവൻ. എൻ്റെ മനം തണുപ്പിക്കുവാൻ എന്നെ പോലെയുള്ളവനാണവൻ. എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ അറിയുന്നവനാണവൻ. എൻ്റെ ആഗ്രഹം അറിയുന്നവനാണവൻ. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ ഒരുക്കപ്പെട്ടവനാണവൻ. അതുകൊണ്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് നിങ്ങളുടെ അടുക്കലേക്ക് വേഗത്തിൽ അയപ്പാൻ ഞാൻ ആശിക്കുന്നു. ഇന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ദാസന്റെ മനം നാം തണുപ്പിക്കുന്നവരാണോ? അതോ നാം ഒരിടത്ത് പോയാൽ അവിടെ കർത്താവിൻ്റെ ആലയവും കർത്താവിനെ മറന്ന് ദൈവത്തിൻ്റെ ദാസനെ മറന്നുള്ള പ്രവർത്തനമാണോ? ആണ് എങ്കിൽ മനസ്സിന് തണുപ്പില്ല, ചൂട് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ചൂടാകേണ്ടതിന് വേണ്ടിയല്ല ഇവിടെ വായിച്ചു കേട്ടത്. എനിക്കും മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം കർത്താവിൽ ഞാൻ യേശുവിൽ എന്ന് ഞാൻ യേശുവിൽ ആശിക്കുന്നു. ഹല്ലേലൂയ. അങ്ങോട്ട് അയച്ചാൽ ചൂടുള്ളവർ പോലും തണുത്ത് തിമോത്തിയോസിനോടുകൂടെ വരും. ഹല്ലേലൂയ. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞ് അവരോട് കൂടെ പോകുന്നവനല്ല തിമോത്തിയോസ്. എനിക്ക് മനം തണുക്കേണ്ടതിന് തിരിഞ്ഞിരിക്കുന്നവരെ മടക്കി വരുത്തുന്നവനാണ് തിമോത്തിയോസ്. നമ്മെ വിളിച്ചത് അതിനു വേണ്ടിയാണ്, നമ്മെ തിരഞ്ഞെടുത്ത് അതിനു വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ ദേശത്ത് ദൈവത്തിന്റെ ആലയത്തിന് വിരോധമായി നിൽക്കുന്ന, ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്ന് ആരാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം കൂടി കൂറ്റം പറയുന്നവരായിട്ടാണോ നാം തീരുന്നത്? അതോ അവരെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുന്നവരായിട്ടാണോ നാം ആയിരിക്കുന്നത്?
നമ്മൾ ഓരോരുത്തരുമാണ് ദൈവസന്നിധിയിൽ ശോധന ചെയ്യേണ്ടത്. ഇതിന് മറുപടി നമ്മൾ ഓരോരുത്തരുമാണ് പറയേണ്ടത്. എന്നാൽ എനിക്ക് മനം തണുക്കേണ്ടതിന് വേഗത്തിൽ അവനെ അങ്ങോട്ട് അയക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനർത്ഥം അവിടെ ഇപ്പോൾ തകർന്നു കിടക്കുകയാണ്, ചൂട് പിടിച്ച് കിടക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ അവരെ കുറിച്ച് വല്ലാത്ത വേദനയുണ്ട്. എന്നാൽ എനിക്ക് മനം തണുക്കേണ്ടതിന് അവനെ അയപ്പാൻ ഞാൻ ആശിക്കുന്നു. താഴത്തെ വാക്യം, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. പരമാർത്ഥമായി കരുതുവാൻ, പരമാർത്ഥമായി സ്നേഹിക്കുവാൻ, പരമാർത്ഥമായി ശുശ്രൂഷിപ്പാൻ, യാതൊരു ലാഭ ഇച്ഛകളുമില്ലാതെ, യാതൊരു പ്രശംസയുമില്ലാതെ വണ്ണം, ഞാനെന്ന ഭാവമില്ലാതെ, എനിക്ക് കഴിയുമെന്നുള്ള ചിന്താഗതി ഇല്ലാതെ, താഴ്മയോടുകൂടെ സ്നേഹത്തോടുകൂടെ എനിക്ക് പകരമായി പ്രവർത്തിപ്പാൻ അവനെ പോലെ മറ്റാരും എനിക്കില്ല. ഹല്ലേലൂയ. അനവധി പേരെ സുവിശേഷത്താൽ ജനിപ്പിച്ചതായിട്ടുള്ള പൗലോസ് പറയുന്നു, അവനെ പോലെ എനിക്ക് മറ്റാരുമില്ല. ഹല്ലേലൂയ. ഇന്നൊരു തിമോത്തിയോസായിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് കടന്നു പോകുവാൻ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവത്തിന്റെ ദാസൻ ആഗ്രഹിക്കുന്നത് പോലെ, ദൈവത്തിന്റെ വചനം ആഗ്രഹിക്കുന്നത് പോലെ ഒരു തിമോത്തിയോസായി നാം തീരണം. നാം എവിടെ പോയാലും നമ്മയല്ല അറിയിക്കേണ്ടത്. നാം എവിടെ പോയാലും ജീവനുള്ള ദൈവത്തെ, ഞാൻ എന്നെ സുവിശേഷത്താൽ ജനിപ്പിച്ചതായുള്ള അപ്പോസ്തലൻ പൗലോസിനെ, യേശുവിന്റെ ആലയത്തെ, അവൻ താഴ്ന്നിറങ്ങി വരുന്ന അനവധി വാഗ്ദത്തങ്ങളുള്ള ഇത് യഹോവയുടെ ആലയമെന്ന് യാക്കോബ് പറഞ്ഞതുപോലെ ഇതുപോലെ മറ്റൊന്നില്ല എന്ന് നാം ലോകത്തോട് വിളിച്ചു പറയേണ്ടതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അതിന്റെ താഴത്തെ വാക്യം, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യം. എല്ലാവരും സ്വന്തം കാര്യം അത്രേ നോക്കുന്നത്. യേശുവിന്റെ കാര്യം നോക്കുവാൻ ആരുമില്ല. പൗലോസ് നോക്കുന്നത് യേശുവിന്റെ കാര്യമാണ്. എന്നാൽ ബാക്കി എല്ലാവരും നോക്കുന്നത് സ്വന്തം കാര്യമാണ്. എന്നാൽ തിമോത്തിയോസേ, അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ. അതിനർത്ഥം ഒരു കടമ എന്ന പോലെയല്ല, അല്ലെങ്കിൽ തൊലഞ്ഞു പോട്ടെ എന്നുള്ള ചിന്തയോടുകൂടിയല്ല. മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എൻ്റെ സ്വന്തമാണ് എൻ്റെ മകൻ. ഹല്ലേലൂയ. മകനപ്പന് ചെയ്യുന്നത് പോലെ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ, ഒരു ശ്രേഷ്ഠതയും എടുക്കാതെ, ഞാനെന്ന ഭാവമില്ലാതെ മകനപ്പന് ചെയ്യുന്നത് പോലെ എൻ്റെ അപ്പന് ചെയ്യുവാൻ കഴിയാത്തത് ഞാൻ ചെയ്യുന്നു. എൻ്റെ അപ്പനെ പോലെ ഞാൻ ചെയ്യുന്നു. അത് അപ്പന്റെ പേരിൽ ചെയ്യുന്നു. അതേപോലെ അവൻ എന്നോടുകൂടെ, മകൻ അപ്പന് ചെയ്യുന്നത് പോലെ അവൻ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു. സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്ന അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നു. അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. മകൻ അപ്പന് ചെയ്യുന്നത് പോലെയാണ് അവൻ എനിക്ക് വേണ്ടി, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്? മകൻ അപ്പന് ചെയ്യുന്നത് പോലെ. അത് കടമയാണ്, അത് കർത്തവ്യമാണ്, അത് അതുപോലെ ചെയ്യേണ്ടതാണ്. അല്ലാതെ ഞാൻ സ്വന്തമായി ഒരു സഭ തുടങ്ങുവാനായിട്ട് പോകുകയാണ്, അതുകൊണ്ട് അപ്പ എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നു, ഇനി അപ്പൻ്റെ വഴി ചെയ്തോ, ഞാൻ എൻ്റെ വഴി ചെയ്യാം എന്നുള്ളതല്ല. മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ. ഹല്ലേലൂയ. ആരോടുകൂടെ? അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ. അതിനർത്ഥം നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നീ പോകേണ്ടത്. നിന്നെ വിളിച്ചവനായ യേശുവിനോടുകൂടെ, നിന്നെ ജനിപ്പിച്ചവനായ നിന്റെ അപ്പനോടുകൂടെ, നിന്നെ കൊണ്ടുവന്നതായിട്ടുള്ള നിന്റെ ആലയത്തോടുകൂടെ ആണ് മുന്നോട്ട് പോകേണ്ടത്. അതിനപ്പുറമായ സുവിശേഷമല്ല ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സുവിശേഷം. എന്നാൽ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ വീണ്ടും അപ്പോസ്തലൻ പൗലോസ് തിമോത്തിയോസിന് ഉപദേശിക്കുന്നതായിട്ടുള്ള ഭാഗമുണ്ട്. ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, ഞാൻ വരുവോളം 4:13 1 തിമോത്തിയോസ് 4:13
ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ വരുവോളം വായന, ഉപദേശം, പ്രബോധനം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം, നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ഞാൻ വരുവോളം നീ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള കാര്യം. രണ്ടാമത്, മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടി നിനക്ക് ലഭിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരണം. അപ്പോസ്തലൻ പൗലോസ് ആഗ്രഹിക്കുന്നത് നിന്നെ എല്ലാവരും അറിയണമെന്നുള്ളതാണ്. നിന്റെ പ്രവർത്തനം എല്ലാവരും അറിയണമെന്നുള്ളതാണ്. നിന്റെ സ്നേഹം എല്ലാവരും അറിയണമെന്നുള്ളതാണ്. അതിനർത്ഥം അത്രമാത്രം അവനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അത്രമാത്രം അവനെ സ്നേഹിപ്പാൻ അവൻ പൗലോസിനോട് ചേർന്ന് നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, നീ സൂക്ഷിച്ചു കൊള്ളണം. നിന്നെ നീ സൂക്ഷിക്കണം. രണ്ട്, നിന്റെ ഉപദേശത്തെയും നീ സൂക്ഷിക്കണം. കാരണം അനവധി പേർ ഉപദേശങ്ങളെ കൂട്ടിക്കളയുന്നവരായിട്ടുണ്ട്. എന്നാൽ നീ അത് സൂക്ഷിച്ചു കൊള്ളണം. എന്നാൽ രണ്ടാം ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഒന്നാം ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എൻ്റെ മകനായ നിജപുത്രനായ തിമോത്തിയോസിനെ എഴുതുന്നു. 1-ാം അധ്യായം 1-2 വാക്യത്തിൽ നാം വായിക്കുന്നത് നിജപുത്രനായ തിമോത്തിയോസിനെ എഴുതുന്നു എന്നുള്ളതാണ്. എന്നാൽ 2-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ്: പ്രിയമകനായ തിമോത്തിയോസ്. ഹല്ലേലൂയ. പ്രിയമകനായ തിമോത്തിയോസ്. 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ പ്രിയമകൻ എന്ന് പറയുവാനുള്ള കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, 1-ാം ലേഖനത്തിൽ അവൻ എഴുതിയതുപോലെ അവൻ പ്രവർത്തിച്ചത് കൊണ്ടാണ് 2-ാം ലേഖനത്തിൽ അവന്റെ പ്രിയമകനായത്. 1-ാം ലേഖനത്തിൽ അവനെ മകനെ എന്ന് വിളിച്ചുവെങ്കിൽ 2-ാമത്തെ ലേഖനത്തിൽ അവനോട് പറയുന്നു, എൻ്റെ പ്രിയ മകനായ തിമോത്തിയോസിന്. അതിനർത്ഥം ഇന്ന് അവൻ എനിക്ക് ഏറ്റവും പ്രിയനാണ്. ഒന്ന്, അവൻ ആദ്യം എനിക്ക് മകനായിരുന്നു, എനിക്ക് നിജപുത്രൻ മാത്രമായിരുന്നു. എന്നാൽ 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ചെയ്തു, ഞാൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു, ഞാൻ പറഞ്ഞതെല്ലാം പ്രവർത്തിച്ചു. അതുകൊണ്ട് അവൻ എൻ്റെ മകൻ മാത്രമല്ല, എനിക്ക് ഏറ്റവും പ്രിയമായ എൻ്റെ പ്രിയ മകനായ തിമോത്തിയോസ്. ഇന്ന് മകൻ എന്ന പേരിന് പോലും നമ്മൾ യോഗ്യരല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞതൊന്നും അനുസരിച്ചിട്ടില്ല, പറഞ്ഞതുപോലെ നടന്നിട്ടില്ല, പറഞ്ഞതുപോലെ ജീവിച്ചിട്ടില്ല. സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടിയാണ് നാം ഇതുവരെ പ്രവർത്തിച്ചത്. ഞാനും എൻ്റേതും എനിക്കുള്ളതും എന്നുള്ള ചിന്തയോടുകൂടിയാണ്. എന്നാൽ തിമോത്തിയോസ് അപ്രകാരമായിരുന്നില്ല. അതുകൊണ്ട് പറയുന്നത്, പ്രിയമകനായ തിമോത്തിയോസിന് ഞാൻ എഴുതുന്നു. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഞാൻ സഹിക്കുന്നു, എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് 2-ാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അതിനർത്ഥം, തിമോത്തിയോസേ, എൻ്റെ പ്രിയമകനായ തിമോത്തിയോസേ, നീയും അനവധി കാര്യങ്ങൾ സഹിക്കുവാനായിട്ടുണ്ട്. 2-ാമത്തെ കാര്യം, ഞാൻ ഒന്നിലും ലജ്ജിക്കുന്നില്ല. എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി മരിക്കുന്നുവെങ്കിലും ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുന്നെങ്കിലും മരിക്കുന്നെങ്കിലും ഞാൻ അവനെ പ്രസാദിപ്പിക്കുന്നവനായി തീരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തിമോത്തിയോസേ, എൻ്റെ പ്രിയമകനായ തിമോത്തിയോസേ, നീ എല്ലാം സഹിക്കുന്നവനായിരിക്കണം. 2, നീ ലജ്ജിക്കാതെ അവനോടൊപ്പം യാത്ര ചെയ്യുന്നവനായിരിക്കണം. 3-ാമത്തെ കാര്യം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നീ വിശ്വസിച്ചവൻ ആരാകുന്നെന്ന് നിനക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടാകണം. ലോകം എന്ത് പറഞ്ഞാലും, ലോകക്കാർ എന്ത് പറഞ്ഞാലും,
കൂടെയുള്ളവർ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, എന്നെ തിരഞ്ഞെടുത്തവനായ ദൈവം, എന്നെ കൈവിടാത്തവനായ ദൈവമാണ്, എന്നെ വിളിച്ചവനായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും, എന്തെല്ലാം ലജ്ജിക്കേണ്ടി വന്നാലും, എന്തെല്ലാം ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നാലും, നീ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് നീ മറന്നു പോകരുത്. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അവനെ നീ മുറുകെ പിടിച്ചുകൊള്ളണം. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ ഹല്ലേലൂയ. ഒന്നുകിൽ കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ രാജ്യത്തിൽ ചേരുന്നത് വരെ എന്നെ സൂക്ഷിപ്പാൻ മതിയായവനായ ദൈവമാകുന്നു. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ എന്റെ ഉപനിധിയാണ്. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണ്. നിന്നെ വിളിച്ചവനായ ദൈവം തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ നിന്നെ നിർത്തുവാൻ, നിന്റെ വലങ്കരത്തിൽ പിടിക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ആ ദിവസം വരെ നിന്നെ സൂക്ഷിപ്പാൻ, വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടുകൂടെ നിന്നെ നിർത്തുവാൻ അവൻ മതിയായവനായ ദൈവമാകുന്നു. അതുകൊണ്ട് 2-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എന്റെ മകനെ, എന്റെ മകനെ, ക്രിസ്തുവേശുള്ള കൃപയാൽ നീ ശക്തിപ്പെടണം. പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ തകർന്നു പോകരുത്. പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ നിരാശനാകരുത്. പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ പിന്മാറി പോകരുത്. നീ ശക്തിപ്പെടണം. ക്രിസ്തുയേശുവിന്റെ കൃപയാൽ നീ ശക്തിപ്പെടണം. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്തരെ ഏൽപ്പിക്കണം. നീ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്തരെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. അപ്രകാരം ഏൽപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ നാളുകളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ടുള്ള വചനമെല്ലാം അവന്റെ ഒരു സാക്ഷിയായി തീരണമെന്നുള്ളതാണ്. അവന്റെ സാക്ഷിയായി തീരുവാൻ തടസ്സമായിട്ടുള്ള ഗോലിയാത്തിനെ നീ കൊല്ലണമെന്നുള്ളതാണ്. ഇവിടെ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, ഞാൻ നിന്നോട് സംസാരിച്ചതെല്ലാം, ഞാൻ നിന്നെ ഏൽപ്പിച്ചതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ നീ ഭരമേൽപ്പിക്കണം. അതിനർത്ഥം നമ്മെ ദൈവം വിളിച്ചത് വിശ്വസ്ത മനുഷ്യരായിരിക്കേണ്ടതിന് വേണ്ടിയാണ്. വിശ്വസ്ത മനുഷ്യരെ മാത്രമേ ദൈവം ഭരമേൽപ്പിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തതയുണ്ടെങ്കിൽ, അനുസരണക്കേടുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ, പിറുപിറുപ്പുണ്ടെങ്കിൽ, മനം തണുപ്പിക്കാത്തതായിട്ടുള്ള പ്രവൃത്തികളുണ്ടെങ്കിൽ, മറ്റുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യുന്നവരാകുന്നെങ്കിൽ ഇത് ഏൽപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. ഇത് പ്രകാരം നിന്നാൽ പോരാ, ഈ ആലയം വളരണം. ദൈവം അരുളി ചെയ്തതായിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം നിവൃത്തിയാകണം. ലോകത്തിന്റെ 5 വൻകരകളിലും ഈ വചനം അറിയപ്പെടണം. അതിന് വിശ്വസ്ത മനുഷ്യർ വേണം. അവരെ ഭരമേൽപ്പിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അതിനുവേണ്ടി ഒരുക്കപ്പെട്ടവരായിരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ ആലോചന പ്രകാരം പറഞ്ഞത്, അടുത്ത ഞായറാഴ്ച മുതൽ സങ്കീർത്തനം വായിച്ച് ഒരു 10 മിനിറ്റ് ദൈവത്തിന്റെ ആലയത്തിൽ ഉപദേശിക്കണം എന്നുള്ളത്. അത് എന്തിനു വേണ്ടിയാകുന്നെന്ന് ചോദിച്ചാൽ, ഓരോന്നും നിങ്ങളെ ദൈവം ഏൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഏൽപ്പിക്കുന്നത്? എല്ലാം അവന്റെ മഹത്വത്തിന്, എല്ലാം അവന്റെ പുകഴ്ചയ്ക്ക്. എനിക്ക് കഴിയുമെന്ന് തെളിയിക്കുവാനല്ല, എനിക്ക് അറിയുമെന്ന് തെളിയിക്കുവാനല്ല, എനിക്ക് യോഗ്യതയുണ്ടെന്ന് തെളിയിക്കുവാനല്ല. വിശ്വസ്ത മനുഷ്യനായി നിങ്ങൾ ഓരോരുത്തരും തീരേണ്ടതിനും കർത്താവ് പൗലോസിനെ തിരഞ്ഞെടുത്തപ്പോൾ പൗലോസ് തിമോഥെയോസിനോട് സകലതും ഏൽപ്പിച്ചതുപോലെ ഒരു തിമോഥെയോസായി മുമ്പിലേക്ക് പോകേണ്ടതിന് വേണ്ടിയാണ് ഈ ആലയം ദൈവം അരുളി ചെയ്തതെല്ലാം നിവൃത്തിയാകണം. അതിനുവേണ്ടി നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടി നാം വിശ്വസ്തരായിരിക്കണം. മകൻ അപ്പന് ചെയ്യുന്നത് പോലെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിനോടുകൂടെ, ദൈവത്തിന്റെ ദാസനോടുകൂടെ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ അവന് പകരക്കാരനായി നമ്മൾ ഓരോരുത്തരും തീരണം.
അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ വായിച്ചു കേട്ടത്, നീ കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിന്റെ നല്ല പഠനമായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. നീ എവിടെയെങ്കിലും പൊക്കോ എന്നുള്ളതല്ല അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായിരിക്കണം എന്നുള്ളതാണ്. നീ നല്ല യുദ്ധസേവ ചെയ്യുന്നവനായിരിക്കണം എന്നുള്ളതാണ്. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി മരിക്കുവാൻ, കർത്താവിന് വേണ്ടി ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ, കർത്താവിന് വേണ്ടി അവന്റെ സാക്ഷിയായി തീരുവാൻ ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ, ആരോടുകൂടെ? അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ. നീ എവിടെയെങ്കിലും പൊക്കോ എന്നുള്ളതല്ല, നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കണം. ഹല്ലേലൂയ. എന്റെ കഷ്ടമല്ല നീ സഹിക്കേണ്ടത്, എന്നോടുകൂടെ ദൈവത്തിന് വേണ്ടി നീ കഷ്ടം സഹിക്കണം. നീ എന്നോടുകൂടെ നല്ല യേശുവിന്റെ ഒരു ഭടനായിരിക്കണം. അപ്രകാരം നീ കഷ്ടം സഹിച്ചാൽ, അതിന്റെ താഴത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ നാം എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം നാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യത്തിൽ, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. ഒരുത്തൻ എന്തെല്ലാം ചെയ്താലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. നീ എന്തെല്ലാം ചെയ്താലും ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിച്ചില്ല എങ്കിൽ നീ എന്തെല്ലാം തലകുത്തി മറിഞ്ഞാലും ഹല്ലേലൂയ നിനക്ക് കിരീടം പ്രാപിക്കുകയും. നീ എന്തെല്ലാം ചെയ്താലും, എന്തെല്ലാം ചെയ്തു എന്ന് പറയുവാൻ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും, നീ എന്നെ വിട്ടു പോയാൽ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായ്കയിൽ കിരീടം നീ പ്രാപിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങളെ നടത്തിയവരെ ഓർത്ത് അനുസരിച്ച് അവരുടെ ജീവാവസാനം കണ്ട് വിശ്വാസം അനുകരിക്കുന്നവരായിരിക്കാൻ. ഹല്ലേലൂയ. അവർ സന്തോഷത്തോടെ നിന്നെ കുറിച്ച് പറയുവാൻ ഇടവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നല്ല. ദൈവത്തിന്റെ വചനം അപ്പോസ്തലൻ പൗലോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അവർ നിന്നെ കുറിച്ച് സന്തോഷിപ്പാൻ ഇടവരണം. നീ അവർക്കൊരു ദുഃഖമായി തീരുന്നെങ്കിൽ, നീ അവർക്ക് പൗലോസിന് വിരോധമായി നീ പ്രവർത്തിക്കുന്നെങ്കിൽ, പൗലോസിന് വിരോധമായുള്ള സംഭാഷണങ്ങൾ നിനക്കുണ്ടെങ്കിൽ, പൗലോസിന് വിരോധമായുള്ള ചിന്തകൾ നിനക്കുണ്ടെങ്കിൽ, ഉപദേശം നിനക്കുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെയാണ് നന്നല്ലാത്തത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായ്കയിൽ കിരീടം പ്രാപിക്കുകയും. ഹല്ലേലൂയ. കിരീടം പ്രാപിക്കേണ്ടതിനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്? 4-ാം ലേഖനത്തിൽ പ്രകാരം, 4-ാം അധ്യായത്തിൽ പ്രകാരം വായിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും അത് ലഭിക്കും. പൗലോസ് പറയുന്നു, ഞാൻ യുദ്ധം ചെയ്യുന്നവനാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടമെല്ലാം തികച്ചു. 3, എൻ്റെ വിശ്വാസം ഞാൻ ഇതുവരെയും കാത്തു. ഇനി അടുത്തത് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ്. ആരെല്ലാം എന്നെ കുറിച്ച് അനീതി പറഞ്ഞാലും, ആരെല്ലാം എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞാലും, ആരെല്ലാം എന്നെ കുറിച്ച് പഴിച്ചു പറഞ്ഞാലും, നീതിയുള്ള ഒരു ന്യായാധിപതിയായ കർത്താവ് എന്നോട് കൂടെയുണ്ട്. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. അതെനിക്ക് പൂർണ്ണമായ നിശ്ചയമുണ്ട്. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ
അവൻ ശക്തനായ ദൈവമാകുന്നു. ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അവന്റെ പ്രത്യക്ഷതയിൽ നീ പ്രിയം വെച്ചിട്ടുണ്ടോ? അവന്റെ വരവിന് വേണ്ടി നീ കാത്തിരിക്കുന്നുണ്ടോ? നിനക്കും അത് ലഭിക്കും. അത് പൗലോസിന് ലഭിച്ചു, അത് തിമോഥെയോസിന് ലഭിച്ചു, ദൈവത്തിന്റെ ദാസനും അത് ലഭിച്ചു. നമുക്കത് ലഭിക്കണം. അത് ലഭിക്കണമെങ്കിൽ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അതിന്റെ താഴത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തിമോഥെയോസിനെ കുറിച്ച് പ്രിയ മകൻ എന്ന് വീണ്ടും വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ദേമാസിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: അവൻ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. ലോകത്തെ സ്നേഹിച്ചാൽ യേശുവിന് വിട്ടുപോകും. ലോകത്തെ സ്നേഹിച്ചാൽ പൗലോസിനെ വിട്ടുപോകും. ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ വചനവും വിട്ടുപോകും. വിട്ടുപോകുവാൻ നിന്റെ ജീവിതത്തിൽ ഇടവരരുത്. ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. എന്നെ വിട്ടുപോയി എന്ന് വെച്ചാൽ എൻ്റെ ദൈവത്തെ വിട്ടുപോയി എന്നുള്ളതാണ്. നീ അപ്രകാരം വിട്ടുപോകരുത്. നീ എൻ്റെ പ്രിയ മകനായ തിമോഥെയോസാണ്. നീ പ്രിയമകനായി തന്നെ അവസാനം വരെയും എന്നോടൊപ്പമായിരിക്കണം. ഞാൻ മരണപ്പെട്ടു പോയാലും നിത്യരാജ്യത്തിൽ പോയാലും ആ പ്രത്യക്ഷതയിലാണ് നീ പ്രിയം വയ്ക്കേണ്ടത്. ഒരു പ്രത്യക്ഷത എനിക്കുണ്ട്, ഒരു സ്വർഗരാജ്യം എനിക്കുണ്ട്. വലിയ പ്രതിഫലത്തോടുകൂടി അവന്റെ രാജ്യത്തിൽ എനിക്ക് ആയിരിക്കാമെന്നുള്ള ആ പ്രത്യാശയോടുകൂടി നീ ആയിരിക്കണം. നമ്മുടെ കുറുവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. മകനെ തിമോഥെയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. നല്ല മനസാക്ഷി ഉപേക്ഷിച്ചാൽ, നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞാൽ വിശ്വാസ കപ്പൽ തകർന്നു പോകും. അതിന്റെ താഴത്തെ വാക്യത്തിൽ ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. പൗലോസ് പേരെടുത്ത് പറയുകയാണ്, 2 പേരുകൾ. അവർ 2 പേരും ഈ കൂട്ടത്തിലുള്ളവരാണ്. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ 2 പേരുടെ കൂട്ടത്തിൽ നീയുമാകരുത്. പൗലോസിന്റെ കാലത്തുമുണ്ടായിരുന്നു തിമോഥെയോസിനെ പോലെയുള്ളവരും ഹുമനയോസിനെയും അലക്സാണ്ടറിനെയും പോലെ വിശ്വാസ കപ്പൽ തകർന്നു പോയവരുമുണ്ടായിരുന്നു. എന്നാൽ നീ ആ കൂട്ടത്തിലാകരുത്. ഹല്ലേലൂയ. ഇടവും വലവും അനവധി കൂട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ കൂട്ടത്തിലല്ല. ദേമാസിനെ പോലെ ലോകത്തെ സ്നേഹിച്ചിട്ടല്ല. വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. വിശ്വാസ കപ്പൽ തകർന്നു പോകരുത്. നീ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യും. ഹല്ലേലൂയ. എല്ലാവരും മുഴങ്കാലിൽ നിന്നുകൊണ്ട് ഇപ്രകാരം നമുക്ക് പാടാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനൊപ്പം ഞാൻ പിന്നെ നാളും കഷ്ടത്തിൽ കൂടിച്ചാലും ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതി
ദൂതന്മാരും രക്തസാക്ഷികളും സ്നേഹിതരും സ്വാഗതം ചെയ്യും മഹൽസദസ്സിൽ യാത്ര ചെയ്യും. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ക്രൂശിൽ നല്ലൊരു ദിവസമായിരിക്കാൻ യുദ്ധം ചെയ്യും യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. ഹല്ലേലൂയ. അന്ത്യശ്വാസം പോകുന്നത് വരെയും നിന്നോടുകൂടെ യാത്ര ചെയ്യുവാൻ ദൈവമേ സഹായിക്കണമേ. നിന്റെ കൃപ നീ ഇവിടുന്ന് പകരണമേ. ഒരു യോഗ്യതയും നന്മയുമില്ല കർത്താവേ, കുറവുകൾ മാത്രമേ ഞങ്ങളുടെ പക്കലു. ദൈവമേ, നിന്നെ പ്രസാദിപ്പിക്കുക, ഞങ്ങളെ സഹായിക്കണം. നിന്റെ കിരീടം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നല്ല പോർ പൊരുതുവാൻ, ഓട്ടം തികയ്ക്കുവാൻ, വിശ്വാസം കാക്കുവാൻ, നീതിയുടെ കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ കപ്പൽ തകർന്നു പോകുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടവരരുത് കർത്താവേ. ദേമാസിനെ പോലെ ലോകത്ത് സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് ഇടവരരുത് കർത്താവേ. അന്ത്യം വരെയും പൗലോസിന്റെ പ്രിയ മകനായി ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ, നീ പറയുന്ന ഇടത്ത് പോകുവാൻ, മനം തണുപ്പിക്കുവാൻ, അനവധി പേരെ ക്രിസ്തുവിലേക്ക് തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ, കൃപകളാൽ നിറയ്ക്കണമേ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം.